15 വയസ്സുകാരനാണ് നഷ്ടപ്പെട്ടത്. 15 വയസ്സുകാരൻ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. പോകുന്ന വഴിക്കാണ് ഷോക്കേറ്റ് വീണത് എന്നുള്ളതാണ്. അതായത് എന്തൊരു മനുഷ്യന്മാരാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇവനൊക്കെ ഒരുപാട് ഇതേപോലത്തെയുള്ള കേസിൽ പ്രതികളാണ്. ഇവനൊക്കെ മുൻപ് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോഴും നാട്ടുകാരും അതുപോലെ രാഷ്ട്രീയക്കാരും ഇവരൊക്കെ പറയുന്നത്. എന്നിട്ട് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. അയ്യോ ഞങ്ങൾ സഹായിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പാർട്ടിക്കാരും വന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. അതുപോലെ നാട്ടുകാർ മുഴുവൻ കരയുകയാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇതിന് കാരണക്കാരെന്ന് പറഞ്ഞാൽ നാട്ടുകാരാണ്, അല്ലാതെ പോലീസോ കോടതിയോ ഒന്നുമല്ല. നാട്ടുകാർ തന്നെയാണ് നടന്നത്. ഇങ്ങനെയുള്ള ഒരു നാറിയെ നിങ്ങളുടെ നാട്ടിൽ വെച്ച് പൊറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർ ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പന്നിയിറച്ചി വാങ്ങിച്ച് തിന്നുന്ന ആൾക്കാരും അവിടെ ഉണ്ടാകും. ഇവൻ്റെ കയ്യിൽ നിന്ന് പന്നിയിറച്ചി ഇതുപോലെ കിട്ടുന്ന പന്നിയെ വാങ്ങിച്ച് തിന്നുന്നവനും അവിടെ ഉണ്ടാകും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, കാരണക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവനെ അന്ന് തന്നെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ഗതി ഉണ്ടാവില്ല. ഇപ്പോഴും പല ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് ഒരു പോസ്റ്റിൻ്റെ മുകളിൽ നിന്നും വൈദ്യുതി എടുത്ത് വിടുകയാണ് ഇവർ ചെയ്യുന്നത്. ആൾക്കാരൊക്കെ ഏത് സമയത്ത് ഏത് വഴി വരുന്ന ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇതേപോലൊരു ദുരന്തം ഉണ്ടാകരുത്. അതുകൊണ്ട് ഇവൻ്റെ കുടുംബത്തെ വരെ അവിടെ വെച്ചേക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ ചെറ്റയുടെ, അതായത് ഈ കെണി വെച്ച ചെറ്റയുടെ കുടുംബത്തെ അവിടെ വേരോട് കൂടിയിട്ട് വേറെ നാട്ടിലേക്ക് അടിച്ചോടിക്കുകയാണ് വേണ്ടത്. എന്നെങ്കിലും മാത്രമേ ആ പയ്യന് നീതി കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ വീണ്ടും ഇത് കേസെല്ലാം കഴിഞ്ഞ് അവൻ വീണ്ടും പുറത്ത് വരും, പുറത്ത് വന്നിട്ട് അവൻ വീണ്ടും ഇത് തന്നെ ചെയ്യും. അന്നും ഒരുത്തൻ്റെ ഇത് പോകും, അന്നും ഒരുത്തൻ്റെ ജീവൻ പോകും. അന്നേരം വന്നിട്ട് ഇതുപോലെ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഏത് നാട്ടിലായി കഴിഞ്ഞാലും ഞാൻ പറയുകയാണ്, അവനവൻ്റെ ജീവിതം തന്നെയാണോ ഏറ്റവും വലുത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വോട്ടും രാഷ്ട്രീയവും മതവും ജാതിയും കുന്തവും എല്ലാം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജീവനില്ലെങ്കിൽ പിന്നെ ഈ ജാതിയും മതവും ബോധവും ഇതൊന്നിനും ഒരു ഇതുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏത് ജാതിയായാലും വേണ്ടിയില്ല, ഏതവനായാലും വേണ്ടിയില്ല, ഇമാതിരി തെണ്ടിത്തരം കളിക്കുന്നവനെ ഏത് നാട്ടിലായി കഴിഞ്ഞാലും ശരി ആ നിമിഷം എന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് ഓടിക്കണം. അതാണ് വേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ടീമുകളുണ്ട് മയക്കുമരുന്ന് അടിച്ചിട്ട് വേണ്ടാധീനം ചെയ്യുന്നത്. ഏഡിങ് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പറയും അവൻ കുറേ നാളായിട്ട് അവൻ അങ്ങനെ ആയിരുന്നു, അവൻ്റെ സ്വഭാവം അത് തന്നെ, അവൻ ഈനിടക്കല്ലേ അവിടെ നിന്ന് വേറൊരു പ്രശ്നം കഴിഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ ന്യായീകരിക്കുന്നവർ. ഒരു ദിവസം ഒരു പ്രശ്നം കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള യുവാക്കൾ ഒക്കണടോ. യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ സമരം ചെയ്യാൻ വേണ്ടി മാത്രമല്ല. നാട്ടിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ 4 യുവാക്കൾ അവിടെ നിന്നാൽ മതി. ഇവന്മാർ കുറ്റിയും പൊരിച്ച് ഓടിക്കോളുമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുത്തൻ്റെ ജീവനും പോയപ്പോൾ മുതലക്കണ്ണീരുമായിട്ട് വന്ന് അവൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം തരാം. ആ 15 വയസ്സുകാരൻ്റെ കുടുംബത്തിന് നിങ്ങൾ എത്ര പൈസ നഷ്ടപരിഹാരം കൊടുക്കും? നിങ്ങൾ എത്ര പൈസ കൊടുക്കും? നിങ്ങൾക്ക് കുറേ നോട്ട് കെട്ടുകൾ കൊണ്ട് ചിലപ്പോൾ മൂടാൻ കഴിയും, പക്ഷേ നിങ്ങൾക്ക് ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ഇവൻ്റെ ഇറച്ചി വാങ്ങിച്ച് നിന്ന് നവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദികൾ തന്നെയാണ്. ഇവനെ അങ്ങ് എല്ലാവരും അങ്ങ് പൊക്കി തലയിൽ വെച്ചിരിക്കുക. ഇവൻ വ്യവസായിക ആവശ്യത്തിനാണ് പന്നീനെ പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇവൻ പിന്നെ എന്താ പറയേണ്ടത്, ഇവൻ ഇറച്ചി വിൽക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാണവമാനം ഉളുപ്പുണ്ടോ ഇങ്ങനെ പറയാൻ നടന്ന്? ഉളുപ്പുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ചോദിക്കുന്നത് അവിടെ തന്നെയാണ്. ഞാൻ നിലമ്പൂർ എന്താ പറയുക ഇന്നലെ ആ പയ്യൻ ഷോക്കേറ്റ് വീണില്ലേ, അവിടുത്തെ ആൾക്കാരോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവനെ ആ നാട്ടിലേക്ക് വരുത്തരുത്. അവനെ അവിടുന്ന് കുറ്റിയും പറിച്ച് അവനോട് പോകാൻ വേണ്ടി പറയണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കും ഇത് നാളെ സംഭവിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും ഒരു മനുഷ്യനടുത്ത് ഈ ഷോക്കടിക്കുന്ന ഈ സാധനവും വെച്ചിട്ട് അവനൊക്കെ ഇത്രയും നാൾ ആ വീട്ടിൽ ജീവിച്ചു, ഇല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്, ലജ്ജ തോന്നുകയാണ്. ലജ്ജ. അവിടെയൊന്നും ആൾക്കാരില്ലാതായി പോയല്ലോ. അതാണ് ഞാൻ ആലോചിക്കുക. ഒരാൾ പോലും ഇല്ല അവിടെ ചോദ്യം ചെയ്യാൻ ഒരാളില്ലേ? ഇമാതിരി തെണ്ടിത്തരം ചെയ്യുമ്പോൾ, ഷോക്കടിപ്പിച്ച് പന്നീനെ പിടിക്കുമ്പോൾ ഒരാൾ പോലും അവിടെ ചോദ്യം ചെയ്യാനില്ല, ഒന്നും ചോദിക്കാനില്ല, പറയാനില്ല, ഒരു മെമ്പർ പോലുമില്ല. നമ്മളിവിടെ അങ്ങനെയാണല്ലോ, എല്ലാ കാര്യവും അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വീണ് വന്നു പോകും. അതായത് 3 മക്കൾ, ഈ 3 മക്കളും അമ്മയും താമസിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ, അതായത് അവർ രാത്രി കിടന്നുറങ്ങാറില്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരു മെമ്പറില്ലേ? അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ നാട്ടിലല്ലേ? അവിടെ ഒരു അയൽക്കാരില്ലേ? ഒരു 10 യുവാക്കളില്ലേ? ഒരു ടാർപ്പായ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 10 യുവാക്കളില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു യുവാക്കൾ ഒരു 500 ഉറുപ്പ്യ ഇട്ടാൽ തന്നെ ഒരു 10 ആളെ ഒരു 5000 ഉറുപ്പ്യ കിട്ടും. ഒരു 3000 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ടാർപ്പായ കിട്ടും, കുറച്ച് കയറും കിട്ടും. അത് വാങ്ങിച്ചൊന്ന് വലിച്ചിട്ട് കൊടുത്തുകൂടെ? ആ രാത്രി കാലങ്ങളിൽ അവരുടെ ആ ചോർന്ന് ഒലിച്ചിട്ട് അവരങ്ങനെ കഴിയുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാരോട് പുച്ഛമാണ് തോന്നിപ്പോയത്. ആ നാട്ടിലൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും.
അതെന്തുകൊണ്ടാണ്? സ്വന്തം നാട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വിലയില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചെയ്യും, എന്നിട്ട് അതെടുത്തിട്ട് ഫേസ്ബുക്കിലിടുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും സഹായം വേണോ, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ദുരിതം അനുഭവിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും തെണ്ടിത്തരം കളിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മറ്റേത്തരം കളിക്കുന്നുണ്ടോ, അവന്മാരെയാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് അന്യനാട്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുക, നമ്മളെല്ലാം സുരക്ഷിതരാണോ, അതാണ് ആദ്യം നോക്കേണ്ടത്. ഇന്നലെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരിയാവുന്നത് ചില ആൾക്കാരുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ. അതായത് എന്താ പറയേണ്ടത്, അവരൊക്കെ ഒരു നിസ്സാരമായിട്ട്, ഒരു കുരുന്നിൻ്റെ ജീവൻ പോയിട്ട് നിസ്സാരമായിട്ട് എന്തൊരു മനുഷ്യന്മാരാണിത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. ഇന്നലെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം മരിച്ചത് 3 പേരാണ്. മുങ്ങി മരണമാണ്. 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങി മരിച്ചിരിക്കുകയാണ്. അതായത് ഇവരുടെയൊക്കെ വീട്ടിലൊന്നും ആളില്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ പിള്ളേരെന്താണ് ഇങ്ങനെ ആയിപ്പോയത്? വീട്ടിൽ നിന്നും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വെള്ളം കാണുമ്പോൾ അവിടെ എന്തുകൊണ്ട് എടുത്ത് ചാടുന്നത്? ഇവർക്കെന്താ കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ളൊരിതില്ലേ? എല്ലാ കുട്ടികളും എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ് ഒരു 14 വയസ്സുള്ള കുട്ടികളാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ മാതാപിതാക്കളുടെ ആ കഷ്ടം ആലോചിച്ച് നോക്കണം. അതായത് ബുദ്ധിയോ ഇതൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ അങ്ങ് എടുത്ത് ചാടുക. അവന് നീന്തറിയോ, അല്ലെങ്കിൽ അവിടെ എത്ര ആഴമുണ്ട്, അവിടെ എന്തെങ്കിലും അപായമുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു അപായം നടന്നാൽ പിറ്റേന്ന് പോലെ അവിടെ വലിയൊരു ബോർഡ് ഉണ്ടാകും. അടുത്ത അപായം നടക്കുന്നത് വരെ അതവിടെ ഉണ്ടാകും. കാരണം അടുത്ത അപായം നടത്തിയാൽ ബോർഡ് ഇടിയടിയോ വെച്ചിട്ടുണ്ടല്ലോടോ, ഈൻ്റെ ഉള്ളിലുണ്ടാ ബോർഡ് കേട്ടാ, ഈൻ്റെ ഉള്ളിലായതുകൊണ്ട് അത് കാണാൻ ഇനി ആൾക്കാർ പറയുകയും ചെയ്യും. അതാണ് സ്ഥിതി. അതായത് ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൻ്റെ സ്ഥിതി ഇതേപോലെ ആയിരിക്കും അവിടെ. അപായത്തിൻ്റെ ബോർഡ് വെച്ചിട്ട് ഇടി ഉണ്ടായിരുന്നല്ലോ, പിറ്റേന്ന് വന്നത് അപ്പൻ്റെ ഇരുവായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിനൊരു മാറ്റം വരണമെങ്കിൽ അവിടെയുള്ള ആൾക്കാർ, അതായത് ആ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ തന്നെ, അത് നിങ്ങൾ ഇവിടെ വരരുത് മക്കളെ, ഇവിടെ ചാടരുത്, ഇവിടെ അപകടം ഉള്ളതാണ് എന്ന് കൃത്യമായിട്ട് പറയണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് പിന്നെ കോഴിക്കോട് ഇതേപോലെ ഒരു 2 പേര് വന്ന് ചാടി 2 പേരെയും കാണാതായി. അവിടെയുള്ളൊരു കടക്കാരനാവുന്നത് പറഞ്ഞു മക്കളെ ചാടരുത്, അതായത് കടലിൽ പോവുകയെന്ന് അയാൾ ആവുന്നത്ര പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞു പോടാ കളവാ, അവൻ്റെ ഒരു ഇത് നമ്മൾ ന്യൂ ജനറേഷൻ മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. ആ 2 അങ്ങ് പോവുകയും ചെയ്തു. ആലോചിച്ചു, ആയിരിക്കാ പോയത്? അവിടെ അമ്മയ്ക്കും അച്ഛനും പോയി. വേറെ ആർക്കെങ്കിലും ഇവിടെ നഷ്ടം വന്നോ? അയാൾ TV-യിൽ പറയുന്നതാണ് അയാൾ, ഞാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടും അവറ്റകൾ പോയി എന്ന്. അപ്പോൾ ഇതാണ് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരാളെ പോലും പിന്നെ പേടിയില്ല. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമാണ്. ഇതുപോലെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓൻ്റെ കയ്യിൽ നിന്ന് തന്നെ പന്നിയിറച്ചി വാങ്ങിച്ച് നക്കുക, എന്നിട്ട് ഓൻ ഷോക്ക് അടിച്ച് പിടിച്ചാൽ പന്നിയിറച്ചി വെച്ച് നക്കുക, എന്നിട്ട് അതേ ഷോക്കിൽ പോയിട്ട് കയറി കൊടുക്കുക, എന്നിട്ട് ജീവൻ പോവുക. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഷോക്ക് വെക്കുന്നവനെയും പിന്നെന്ന് പറഞ്ഞാൽ കേൾക്കാതെ ചാടുന്നവനെയും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ പിടിച്ചുകൊണ്ടുവരെ തന്നെ വേണം. ചാടണ്ടെന്ന് പറഞ്ഞാൽ ചാടണ്ട, അത് തന്നെ ചെയ്യണമായിരുന്നു. അതായത് താൽക്കാലികമായിട്ട് എന്ന് പറഞ്ഞാൽ അവന് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മമാർക്ക് കുറച്ച് സമാധാനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലമ്പൂരിലേക്ക് തന്നെ നമുക്ക് വരാം. ഇതുപോലെ ഷോക്ക് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും നമ്മുടെ നാട്ടിൽ. അറിയാതെയും അറിഞ്ഞിട്ടും ഒക്കെ ഷോക്ക് വെക്കുന്ന ആൾക്കാരുണ്ടാകും. ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടിക്കോ. അതായത് ഇന്ന് തന്നെ അവൻ്റെ അടുക്ക് നിറച്ച് വാങ്ങിച്ച് നോക്കുമല്ല വേണ്ടത്. അതല്ലാതെ എന്ന് പറഞ്ഞാൽ അവനെ പിടികൂടിയിട്ട് ശക്തമായ താക്കീത് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവനെ വേരോട് കൂടിയിട്ട് അവൻ്റെ കുടുംബത്തെ വരെ അവിടുന്ന് ഓടിക്കുക. ഇതേ പറ്റുള്ളൂ. അവനവൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും വലുത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ്റെ ജീവിതമല്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവനോട് പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, അവൻ കുറച്ച് അലമ്പ് കേസാണ്, ഒരു മാങ്ങാത്തൊലിയില്ല. 2 പേരവിടെ നിന്ന് കഴിഞ്ഞാൽ അവനല്ല അവൻ്റെ അപ്പം വരെ ഓടുമോ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് രോഷത്തിലൂടെയാണ് വർത്തമാനം പറയുന്നത്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ ആ ഒരു വിഷമം ഉണ്ടല്ലോ, ഒരു 15-കാരൻ്റെ മരണത്തിൻ്റെ ആ ഒരു വിഷമം നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് പിന്നെ അയച്ചു കൊടുക്കുക നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് കൃത്യമായിട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.